കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതോടുകൂടി UDFന്റെ കേന്ദ്രങ്ങൾ വലിയ സന്തോഷത്തിലാണ്. സ്വാഭാവികമാണ്. എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും UDFന് ചെറുതോ വലുതോ ആയിട്ടുള്ള മുൻതൂക്കമുണ്ട് എന്നുള്ള രീതിയിൽ 90 സീറ്റ് വരെ ലഭിക്കുമെന്നുള്ള രീതിയിൽ പ്രവചിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ UDFന്റെ കേന്ദ്രങ്ങൾ ആശ്വാസത്തിലാണ്. എന്നാൽ യഥാർത്ഥത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വാസത്തിലെടുക്കാൻ കഴിയുമോ? നമുക്ക് 5 വർഷം മുമ്പ് ഇതേപോലെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നടന്ന എക്സിറ്റ് പോൾ ഫലത്തിന്റെ ഒന്ന് എടുത്ത് പരിശോധിക്കുക. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അന്ന് വന്ന ഒരു എക്സിറ്റ് പോൾ ഫലമാണ്. അതിൽ 2016 91 സീറ്റ് നേടിയ LDF 17 സീറ്റ് കുറഞ്ഞ് 74ലേക്ക് എത്തുമെന്നും, അതേസമയം UDF 2016 47 സീറ്റുമായി നിലനിന്ന പ്രതിപക്ഷത്ത് നിന്ന് UDFന് നില മെച്ചപ്പെടുത്താൻ അത് 18 സീറ്റ് വർദ്ധിപ്പിച്ച് 65ലേക്ക് എത്തുമെന്നും, BJP ആവട്ടെ നിലവിലുള്ള ഒരു സീറ്റ് നിലനിർത്തുമെന്നുമാണ് അന്ന് ഈ എക്സിറ്റ് പോൾ ഫലം പ്രവചിച്ചത്. എന്നാൽ ഫലത്തിൽ എന്താണ്ടായത്? ഇവർ പറഞ്ഞ 74 സീറ്റിന് പകരം LDFന് കിട്ടിയത് 99 സീറ്റാണ്. വ്യത്യാസം എത്രയാണ്? 25 സീറ്റ് കൂടുതൽ. സാധാരണ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ചെറിയ മാർജിനൊക്കെ നമുക്ക് കൂട്ടാം, ഒരു 5 ഇങ്ങോട്ടോ അങ്ങോട്ടൊക്കെ പോകും, ഒരു 10 വ്യത്യാസത്തിലൊക്കെ വരാം. എന്നാൽ ഇവർ 74 സീറ്റ് കിട്ടുമെന്ന്, മാക്സിമം കിട്ടുന്ന സീറ്റാണിത്, 74 സീറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് LDFന് ലഭിച്ചത് 99 സീറ്റ്, 25 സീറ്റ് കൂടിയപ്പോൾ UDFനാകട്ടെ ഇവർ 65 പ്രഖ്യാപിച്ചപ്പോൾ അതിൽ നിന്ന് 24 സീറ്റ് കുറഞ്ഞ് 41ലേക്ക് കൂപ്പുകുത്തുകയും BJPയുടെ ഒരു സീറ്റ്, നിലവിലുള്ള ഒരു സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്തു. ഇതാണ് എക്സിറ്റ് പോളുകളുടെ ആധികാരികത ചോദ്യം ചെയ്യാൻ ഒരു കാരണം. ഈ കഴിഞ്ഞ 5 വർഷം മുൻപ് ഇവിടെ പ്രവചിച്ച പല ആളുകളും തോൽക്കുമെന്ന് പ്രവചിച്ച എക്സിറ്റ് പോൾ, പ്രീ പോൾ ഫലങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഏറ്റവും കൂടുതൽ സംസ്ഥാനത്ത് അന്ന് ഭൂരിപക്ഷം കിട്ടിയത് ശൈലജ ടീച്ചർക്കാണ്. ആ ശൈലജ ടീച്ചർ നേരിയ തോതിൽ ഒരു മുൻതൂക്കമുണ്ട്, ടൈറ്റ് മത്സരമാണ്, ചിലപ്പോൾ തോൽക്കാൻ വരെ സാധ്യതയുണ്ട് എന്നാണ് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളുടെ പ്രവചനം അടക്കമുണ്ടായത്. അവസാനം ശൈലജ ടീച്ചറാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ ഒരു LDF സ്ഥാനാർത്ഥിയായിട്ട് വിജയിച്ചു വന്നത്. അതുമാത്രമല്ല, MM മണി അടക്കമുള്ള മഹാഭൂരിപക്ഷം ആളുകളും തോൽക്കുമെന്ന് പ്രവചിച്ചവരൊക്കെ ജയിച്ചു കയറുകയാണ്. അതും മികച്ച ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു കയറുന്ന കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ടാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സംശയത്തിന്റെ നിഴലിലാണ് എന്ന് പറയാൻ കാരണം. ഇതിന്റെ ഒക്കെ പശ്ചാത്തലത്തിലാണ് തവനൂർ MLA കൂടിയായിട്ടുള്ള, മുൻ മന്ത്രി കൂടിയായിട്ടുള്ള ഡോക്ടർ KT ജലീൽ അന്നത്തെ ഈ എക്സിറ്റ് പോൾ, പ്രീ പോൾ ഫലങ്ങളെ ഒരു പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഒരു വീഡിയോ അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചു. അതൊന്ന് കണ്ടിട്ട് വരാം. ബാലുശ്ശേരിയിൽ UDFനായി മത്സരിച്ച നടൻ ധർമ്മജൻ ബോൾഗാട്ടി 1% വോട്ടിന്റെ മേൽക്കൈയോടെ അട്ടിമറി മുന്നേറ്റം നടത്തുമെന്ന പ്രവചനമാണ് ജില്ലയിലെ പ്രധാനപ്പെട്ട മറ്റൊരു ഫലസൂചന. പാലക്കാട് ജില്ലയും കേരളവും ഉറ്റുനോക്കുന്ന തൃത്താലയിൽ LDFലെ MB രാജേഷിനേക്കാൾ 6.2% വോട്ടുകളുടെ വ്യത്യാസത്തോടെ UDFലെ VT ബൽറാം രാഷ്ട്രീയ മുന്നേറ്റം നടത്തുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന. കേരളം ഉറ്റുനോക്കുന്ന തവനൂർ മണ്ഡലത്തിൽ മുൻമന്ത്രി KT ജലീലിനേക്കാൾ 0.4% വോട്ടുകളുടെ മേൽക്കൈയോടെ UDF സ്ഥാനാർത്ഥി ഫിറോസ് കുന്നംപറമ്പിൽ മുന്നിലെത്തുമെന്നാണ് സർവേയുടെ പ്രവചനം. താനൂരിൽ UDFലെ PK ഫിറോസ് അട്ടിമറി സാധ്യതയുള്ള മുന്നേറ്റം നടത്തുമെന്ന പ്രവചനമാണ് എക്സിറ്റ് പോൾ സർവേ നടത്തുന്നത്. ബേപ്പൂർ മണ്ഡലത്തിൽ UDF 3.1% വോട്ടുകൾക്ക് മുന്നിലെത്തുമെന്നാണ് എക്സിറ്റ് പോളിന്റെ മറ്റൊരു പ്രവചനം. കേരളം ഉറ്റുനോക്കുന്ന അഴീക്കോട് മണ്ഡലത്തിൽ UDFന്റെ KM ഷാജിക്ക് മേൽക്കൈ പ്രവചിക്കുമ്പോഴും 1.5% നേരിയ ആധിപത്യം മാത്രമാണുള്ളത്. തിരുവാമ്പാടിയിൽ UDFന് 9.5% വോട്ടുകളുടെ വ്യത്യാസത്തിലുള്ള അട്ടിമറി മുന്നേറ്റ സാധ്യതയുണ്ടെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നടത്തുന്ന പ്രവചനം. കണ്ണൂർ മണ്ഡലത്തിൽ UDF അട്ടിമറി സ്വഭാവമുള്ള മുന്നേറ്റം നടത്താനുള്ള സാധ്യതകളാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്നത്. കുന്നമംഗലം മണ്ഡലത്തിൽ LDFന് മേൽ UDFന്റെ അട്ടിമറി മുന്നേറ്റ സാധ്യതയും പ്രവചിക്കപ്പെടുന്നു. വയനാട്ടിലെ 3 മണ്ഡലങ്ങളിലും UDF മുന്നിലെത്തുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങളുടെ കണ്ടെത്തൽ. നാദാപുരത്ത് UDF അട്ടിമറി സ്വഭാവമുള്ള മുന്നേറ്റം നടത്തുമെന്നാണ് മറ്റൊരു കണ്ടെത്തൽ. തൃശൂർ മണ്ഡലത്തിൽ UDFും NDAയും തമ്മിൽ അതിശക്തമായ മത്സരം നടക്കുന്നതായാണ് എക്സിറ്റ് പോൾ ഫലം നൽകുന്ന സൂചനകൾ. കോഴിക്കോട് ജില്ലയിലെ 13 സീറ്റുകളിൽ 9 UDFന്റെയും 4 LDFന്റെയും വിജയം സർവേ പ്രവചിക്കുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതോടുകൂടി മാധ്യമപ്രവർത്തകർ ഇടതുപക്ഷത്തിന്റെ കൺവീനറും അതേപോലെ തന്നെ പേരാമ്പ്രയിലെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള സഖാവ് TP രാമകൃഷ്ണനോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. അതൊന്ന് കേട്ടിട്ട് വരാം. എല്ലാം പുറത്തു നിൽക്കുകയാണ്. LDFന് വലിയ തിരിച്ചടി, UDFന് വലിയ മേൽക്കൈ ഉണ്ടാവുമെന്ന് പറയുന്നു. അത്രല്ലേ പറയുള്ളൂ. ഈ എക്സിറ്റ് പോള് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശൈലജ ടീച്ചർ അവർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് ജയിച്ച ഒരാളാണ്.
ശൈല ടീച്ചറുടെ വിജയം പ്രവചിക്കാൻ കഴിയുന്നില്ല, പ്രവചനാതീതമാണ് എന്ന നിലയിൽ തോൽക്കും എന്നുള്ളൊരാശയമാണ് എക്സിറ്റ് പോളിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നത്. ഇടുക്കിയിൽ എം മണി തോൽക്കുമെന്നാണ് പ്രഖ്യാപിച്ചത്. കോഴിക്കോട് ജില്ലയിൽ ഈ ബേപ്പൂർ അസംബ്ലി മണ്ഡലവും ബാലുശ്ശേരി അസംബ്ലി മണ്ഡലവും തോൽക്കുമെന്നാണ് പ്രഖ്യാപിച്ചത്. ആ പ്രവചനത്തിന് തികച്ചും വ്യത്യസ്തമായിരുന്നു. എക്സിറ്റ് പോളിന്റെ ഈ വിശകലനത്തിന് തികച്ചും വ്യത്യസ്തമായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം. ഇതെല്ലാം വ്യത്യസ്തമായ നിലയാണുള്ളത്. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോള് അത് പൂർണ്ണമായിട്ടും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു എന്ന നിലയിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളെല്ലാം പരിശോധിച്ച് വിശകലനം ചെയ്യുമ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള ഈ റിപ്പോർട്ട് നമുക്ക് സ്വീകരിക്കാൻ കഴിയാവുന്ന ഒരു നിലയല്ല. അത് അങ്ങനെ സംഭവിച്ചോളണമെന്നില്ല. അതാണ് പൊതുവായിട്ടുള്ള ഞാൻ പരിശോധിച്ച സമയത്ത് കണ്ടെത്തിയിട്ടുള്ള ഒരു വിശകലനം അതാണ്. അതിനുള്ള പല കാരണങ്ങളുമുണ്ട്. ഇതിന്റെ വിവിധ സാമൂഹ്യ ഘടകങ്ങൾ അവർ പരിശോധിച്ചപ്പോൾ വസ്തുതാവിരുദ്ധമായ പല അഭിപ്രായങ്ങളും അവർ ഈ വിശകലനത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പം എക്സിറ്റ് പോളിന്റെ ഭാഗമായി വന്നു ചേർന്നിട്ടുള്ള ഒരു നിലപാട് കേരളത്തിന്റെ യഥാർത്ഥ വിധിയുമായി ബന്ധപ്പെടുന്നതല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. ഇക്കാര്യത്തിലൊന്നും ഒരു പ്രശ്നവും സംശയങ്ങളും വേണ്ടാലോ. 4-ാം തീയതി ഒരു ഉച്ചവരെ കാത്തിരുന്നാൽ മതിയല്ലോ. അപ്പം 4-ാം തീയതി വോട്ടെണ്ണുന്ന സമയത്ത് എന്താണ് യഥാർത്ഥ നില എന്നുള്ളത് കേരളത്തിനും ലോകത്തിനാകെയും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് കാര്യത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല. ഭരണവിരുദ്ധ വികാരം എന്നത് കേരളത്തിൽ കുറച്ചു കാലമായിട്ട് നിങ്ങളാണ് പ്രധാനമായിട്ടും പ്രചരിപ്പിക്കുന്നത്. നിങ്ങൾ മീൻസ് നിങ്ങൾ പേഴ്സണലല്ല, മാധ്യമങ്ങളാണ് ഭരണവിരുദ്ധ വികാരം പ്രചരിപ്പിക്കുന്നത്. പിന്നെ UDFും നേരത്തെ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഭരണവിരുദ്ധ വികാരത്തെ സംബന്ധിച്ച് അവർ പറഞ്ഞെങ്കിലും അത് പ്രകടമായില്ല. പിന്നീട് നിയമസഭാ സമ്മേളനങ്ങൾ പിന്നീട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്നും ഭരണവിരുദ്ധ വികാരം എന്ന നിലയിൽ ഒരു തരത്തിലും അവർക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭരണവിരുദ്ധ വികാരം എന്നുള്ളതില്ല. ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ മുഖ്യമന്ത്രിക്കാണല്ലോ ഏറ്റവും കൂടുതൽ അംഗീകാരം കിട്ടിയിരിക്കുന്നത്. ഈ എക്സിറ്റ് പോളിൽ ഏറ്റവും കൂടുതൽ അംഗീകാരം കിട്ടിയിരിക്കുന്നത് കേരളത്തിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇനി മുഖ്യമന്ത്രി ആകാൻ ആഗ്രഹിക്കുന്ന ആളുകളെ പേരൊക്കെ അതിനകത്തുണ്ട്. പക്ഷേ അവർക്കെല്ലാം ലഭിച്ച അംഗീകാരത്തെക്കാൾ കൂടുതൽ അംഗീകാരം ലഭിച്ചിട്ടുള്ളത് ഇതാണ്. അപ്പം അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ഒരു തരത്തിലും പ്രകടമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി പോകാൻ സാധിക്കണം. അല്ല, അത് ഞാനിപ്പോ പറയുന്നില്ല. ഞാൻ ജനങ്ങളുടെ വിധിയെ മാനിക്കുന്ന ഒരാളാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഭരണ തുടർച്ച ലഭിക്കും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. അത് ഇത്ര സീറ്റ് അല്ലെങ്കിൽ ഇന്ന മണ്ഡലങ്ങൾ അത് അങ്ങനെ ഇപ്പോൾ ഒരു വിശകലനം നടത്തി പറയുന്നത് ശരിയല്ല. ഒരു ജനറലായിട്ടൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ LDFന് എത്ര സീറ്റ് കിട്ടും എന്നുള്ളത് ഞാനിപ്പോൾ പ്രവചിക്കാൻ തയ്യാറാകുന്നില്ല. നേരത്തെ തന്നെ ചില വിശകലനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല നിലയിൽ മുന്നേറാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത്. പാർട്ടിയുടെയും മുന്നണിയുടെയും വിലയിരുത്തലിൽ കൃത്യമായ കണക്കിൽ ഭരണ തുടർച്ച ഉണ്ടാകും തന്നെയാണ്. അല്ല, കണക്ക് അത് പാർട്ടിക്കകത്തുള്ളതല്ലേ. ആ പരിശോധന പാർട്ടിക്കകത്ത് മാത്രമാണ്. അത് പുറത്ത് പറയുന്ന പരിശോധനയല്ല. ആ പരിശോധനയൊക്കെ ഞങ്ങൾ മനസ്സിലുണ്ട്, നിങ്ങൾ കൂട്ടിക്കൂടി. അപ്പം അതുകൊണ്ട് പക്ഷെ അതങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നതല്ല. അപ്പം അതുകൊണ്ട് ഒരു ഇത്ര സീറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് പറഞ്ഞത് 90 സീറ്റിലധികം കിട്ടും. അത് അദ്ദേഹത്തിന്റെ ഒരു വിശകലനമാണ്. അത് അങ്ങനെ പറഞ്ഞു. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്ര സീറ്റ് കിട്ടും എന്നുള്ള ഒരു വിശകലനത്തിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ പറഞ്ഞില്ല. ഭരണവിരുദ്ധ വികാരം ഇല്ലെങ്കിലും ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് എല്ലാ എക്സിറ്റ് പോളിലും ഒരു മാറ്റം ഉണ്ടാവുന്ന പറയുന്നത്. ആ മാറ്റം എന്തിന്റെ അടിസ്ഥാനത്തിൽ? അതല്ലേ പ്രശ്നം. ആ മാറ്റം നിലവിലുള്ള ഭരണം മോശമാണെങ്കിൽ ഈ ഭരണത്തെ ഒന്ന് മാറ്റണം. പിന്നെ ചിലർ അങ്ങനെ പറയുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് മാറ്റം വേണം എന്ന് പറയുന്നവർ എന്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റം വേണം? അത് അവർ പറയട്ടെ, അത് വ്യക്തമാട്ടെ. അതിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാലും നമുക്കത് ചർച്ച ചെയ്യേണ്ടി വരും. ഇലക്ഷൻ കഴിഞ്ഞിട്ടും ചർച്ച നടത്തിയിട്ട് അത്തരം പ്രശ്നങ്ങളിൽ ഇപ്പോൾ ഇലക്ഷന് മുമ്പ് ഇന്ന കാരണം കൊണ്ട് മാറ്റം വരണം എന്ന് ആരും ഉന്നയിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ആ വിഷയം ഇനി ജയിച്ചാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചാലും തോറ്റാലും ഒരു വിഭാഗത്തിൻ്റെ ഇടയിൽ വന്ന ഈ ചിന്ത എങ്ങനെ രൂപപ്പെടുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ട് വരും. ആ പരിശോധന നടത്താം. അപ്പോൾ അഭിപ്രായങ്ങളെല്ലാം നമുക്ക് കേൾക്കാം,
നിലപാടുകളിൽ അതിനനുസൃതമായിട്ടുള്ള സമീപനം സ്വീകരിക്കാം. അതെല്ലാം നമുക്ക് ചെയ്യാം. അങ്ങ് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ളൊരു നേതാവ് കൂടിയാണല്ലോ. കോഴിക്കോട് ജില്ലയിലടക്കം വലിയ മാറ്റം ഉണ്ടാവുമെന്ന് പറയുന്നത് എക്സിറ്റ് പോൾ, അതെ ഞാൻ പറഞ്ഞത്. എക്സിറ്റ് പോളിന്റെ ഒരു നിലപാട് ഞാൻ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് പറഞ്ഞല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഈ കോഴിക്കോട് ജില്ലയിലാണ് പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങൾ തോൽക്കുമെന്ന് എക്സിറ്റ് പോൾ പ്രഖ്യാപിച്ചത്. അതിലൊന്ന് ബാലുശ്ശേരിയാണ്, ഒന്ന് ബേപ്പൂരാണ്. ഈ മണ്ഡലങ്ങളെല്ലാം തോൽക്കും എന്നാണ് അവർ പറയുന്നത്. ഞാനും തോൽക്കുന്ന പട്ടികയിലാണല്ലോ. അതുകൊണ്ട് എക്സിറ്റ് പോളിൽ ഞാനും തോൽക്കുന്ന പട്ടികയിലാണ്. അതുകൊണ്ട് അതൊന്നും എനിക്ക് വലിയ പ്രശ്നമല്ല. അപ്പോൾ ഇതെല്ലാം വെച്ച് പരിശോധിക്കുന്ന സമയത്ത് അവരെ ഈ കാൽക്കുലേഷൻ എല്ലാം മാറ്റം വരും എന്നാണ് ഞങ്ങളുടെ ഒരഭിപ്രായം. ഈ എക്സിറ്റ് പോള് 100% തെറ്റ് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അതിന്റെ ചില വശങ്ങളുണ്ടാവും, നമുക്ക് അംഗീകരിക്കാൻ പറ്റാവുന്ന ചില വശങ്ങളുണ്ടാവും. എന്നാൽ അതിനനുസൃതമായിട്ടാണ് തെരഞ്ഞെടുപ്പ് ഫലം വരാൻ പോകുന്നത് എന്ന നില നമുക്ക് കണക്കാക്കാൻ പറ്റും. അതായത് 9 മുതൽ 12, 11 വരെ സീറ്റുകൾ നേടിയാലാണ്, അതായത് കോഴിക്കോട് ജില്ലയിലെ മാത്രം ഒരു കണക്ക് പരിശോധിച്ചാൽ 9 മുതൽ 11 സീറ്റുകൾ വരെ UDF നേടിയാൽ 82 മുതൽ 94 വരെയുള്ള സീറ്റുകൾ സംസ്ഥാന തലത്തിൽ UDF നേടുന്നതാണ് പറയുന്നത്. എന്നാൽ പിന്നെ തന്നെ ഒരു വൈരുദ്ധ്യമുണ്ട്. ഇതിൽ പ്രതീക്ഷിക്കണ്ട. അതിന്റെ വല്ലാതെ നമ്മൾ അതിൽ അത്ര വലിയ ആഴത്തിലേക്ക് പോകേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്തായാലും സംഭവിക്കാൻ പോകുന്നില്ല. UDF നേതാക്കൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. അവർ പറയുന്ന എക്സിറ്റ് പോളിന് അപ്പുറത്തുള്ള വിജയം ആയിക്കോട്ടെ, അത് നമുക്ക് അതാ ഞാൻ പറഞ്ഞത്. അത് 4-ാം തീയതിക്ക് ശേഷം, ഇനി അതാണ് ജനവിധിയെങ്കിൽ നമുക്ക് എല്ലാവരും കൂടി അത് അംഗീകരിക്കാലോ. അതിലൊന്നും നമുക്കൊരു പ്രയാസമൊന്നുമില്ല. അതാണ് ജനവിധിയെങ്കിൽ അതെല്ലാവരും കൂടി അംഗീകരിക്കല്ലാതെ നമുക്ക് ജനവിധിയെ മാനിക്കാതിരിക്കാൻ പറ്റുമോ? ജനവിധിയെ മാനിക്കാൻ നമുക്ക് സാധിക്കും. അത് 4-ാം തീയതി പറയാൻ പറ്റുള്ളൂ. മുഖ്യമന്ത്രി ആരാകണമെന്ന് തർക്കമാണ് UDF കോൺഗ്രസിൽ. അത്രയും ആത്മവിശ്വാസമാണ് പറയുന്നത്. അതായിക്കോട്ടെ, അതവര് ആ ശരിയായ സമീപനമല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറയാ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുൻകൂട്ടി ഇങ്ങനെ ഒരു ചർച്ച നടത്തുക യഥാർത്ഥത്തിൽ നമ്മുടെ നാടിന്റെ ജനാധിപത്യ ബോധത്തെ പരിഹസിക്കുന്നതാണത്. ജനാധിപത്യ ബോധത്തെ കളങ്കപ്പെടുത്തുന്നതാണത്. അവർക്ക് തീരുമാനിക്കാം, കോൺഗ്രസിന് തീരുമാനിക്കാമല്ലോ ആര് മുഖ്യമന്ത്രി എന്നുള്ളത്. തെരഞ്ഞെടുപ്പിന്റെ ഫലം പോലും പുറത്തു വരാതെ ഒരു ഫലം ഊഹിച്ചു നിന്നുകൊണ്ട് മുഖ്യമന്ത്രി ആരാണെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ലല്ലോ മുഖ്യമന്ത്രിയെ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുഖ്യമന്ത്രിയെ തീരുമാനിച്ചിട്ടില്ല, CPM തീരുമാനിച്ചിട്ടില്ല, ഒരിക്കലും തീരുമാനിച്ചിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലോ അതിന്റെ മുമ്പത്തെ തെരഞ്ഞെടുപ്പുകളോ ഒന്നിലും തീരുമാനിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം ആരാണ് നേതാവ് എന്നുള്ളത് തീരുമാനിക്കും, ആരാണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിമാർ എന്നൊക്കെയുള്ള തീരുമാനം അതിനുശേഷം എടുക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതാണ് ഒരു ജനാധിപത്യത്തെ മാനിക്കുക എന്ന് പറയുന്നത്, ജനവിധിയെ മാനിക്കുക എന്ന് പറയുന്നത് അത്തരമൊരു നിലപാടാണ്. കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വം ജനവിധിയെ മാനിക്കാതെ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള ചർച്ച നടക്കുകയാണ്. അത് പലപ്പോഴും കോൺഗ്രസിനകത്ത് ഇത്തരം ഒരു രീതി അവർ സ്വീകരിക്കാറുണ്ടല്ലോ. അപ്പോൾ ആ രീതി ഈ നാട്ടിലെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഗുണം ചെയ്യുന്ന കാര്യമല്ല. അത് കോൺഗ്രസ് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ ജനങ്ങളുടെ ഒരു നിലയുടെ ഇനിയിപ്പോൾ ഇതിലൊന്നും ഒരു വിധിയെ ഇത് ബാധിക്കാൻ പോകുന്നില്ല. അത് വേറെ പ്രശ്നം. ഈ സമീപനങ്ങളൊന്നും എവിടെയെങ്കിലും ഇപ്പം വോട്ടിംഗ് കഴിഞ്ഞല്ലോ, വോട്ട് കഴിഞ്ഞതിനെ തുടർന്ന് ഇതെല്ലാം പെട്ടിയിലായി കഴിഞ്ഞ് അപ്പോൾ ഇപ്പം 4-ാം തീയതി ദിനം തിരിച്ച് പ്രഖ്യാപിക്കും ആർക്ക് എത്ര വോട്ട് എന്നുള്ളത് ടോട്ടൽ ചെയ്ത് ക്രോഡീകരിച്ച് പ്രഖ്യാപിക്കും. അപ്പണിയേ ഉള്ളൂ. ടോട്ടലെല്ലാം രേഖപ്പെടുത്തി കഴിഞ്ഞല്ലോ. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായ ചിത്രം വ്യക്തമാകും. അതുവരെ ഈ ഊഹാപോഹങ്ങൾക്കെല്ലാം അതുവരെ മാത്രമാണ് ആയുസുള്ളത്. അപ്പോൾ ഇത് അതിൽ വ്യത്യസ്തമായി ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ നല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ റിസൾട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ലാത്തൊരവസ്ഥ പേരാമ്പ്ര ഉൾപ്പെടെ അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തോൽക്കും എന്നുള്ള അഭിപ്രായം എനിക്കില്ല. എൻ്റെ അഭിപ്രായം ഞാൻ ജയിക്കുമെന്ന് തന്നെയാണ്. ഇടതുപക്ഷ ജനാധിപത്യം ഞാൻ ജയിക്കാന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ അവിടെ ജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച ധാരണ. അതുകൊണ്ട് ന്യൂനപക്ഷ ഏകീകരണം ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. ന്യൂനപക്ഷങ്ങളെല്ലാം ഒരു ഭാഗത്തേക്ക് മാറിക്കഴിഞ്ഞു എന്നൊരു സാഹചര്യം കേരളത്തിൽ വന്നിട്ടില്ല. അത് കേരളത്തിൽ വരാൻ അനുവദിക്കാനും പാടില്ല. അത് കേരള സാമൂഹ്യ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ന്യൂനപക്ഷ ഏകീകരണം ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുന്നതല്ല. അപ്പോൾ ഇതുവരെ നടന്ന അനുഭവങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് കേരളത്തിൽ ഒരു ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായിരിക്കുന്നു എന്നൊരു വിശകലനത്തിലെത്താൻ പറ്റും. ഇതാണ് പൊതുവിൽ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ അവസ്ഥ. ഇനി ഇപ്പോൾ വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കേരളം ഒഴിച്ചുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ഥിതി എന്താണ്? അസം തൂത്തുവാരുമെന്നാണ്
ഈ BJP തൂത്തുവാരുമെന്നാണ് അവർ പറയുന്നത്. നമ്മുടെ സാമാന്യ യുക്തിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എല്ലാ എക്സിറ്റ് ഫലങ്ങളും അവർ തൂത്തുവാരുമെന്നുള്ള രീതിയിലാണ് പറഞ്ഞതെങ്കിൽ നമ്മുടെ സാമാന്യ യുക്തിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു പരമാർത്ഥമല്ല. അതേപോലെ തന്നെ വെസ്റ്റ് ബംഗാളിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ മമതാ ബാനർജിയുടെ സർക്കാർ പുറത്തു പോകുമെന്നും പകരം BJP വരുമെന്നുമാണ് നല്ലൊരു ശതമാനം എക്സിറ്റ് പോൾ ഫലങ്ങളും അവിടെ പറഞ്ഞത്. എന്നാൽ അതിനേക്കാൾ കൗതുകമായിട്ട് എനിക്ക് തോന്നിയത് തമിഴ്നാട്ടിലെ എക്സിറ്റ് പോൾ ഫലങ്ങളാണ്. അവിടെ വിജയിയുടെ പാർട്ടി അധികാരത്തിൽ വരുമെന്ന് പോലും ചില എക്സിറ്റ് ഫലങ്ങൾ പറഞ്ഞു. മറ്റ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വിജയിയുടെ പാർട്ടിക്ക് 2 അക്ക സംഖ്യ കടക്കില്ല എന്നുള്ള രീതിയിൽ പ്രവചിച്ചപ്പോൾ 2 അക്ക സംഖ്യയല്ല അധികാരത്തിൽ വരുമെന്ന് അവർ പ്രവചിക്കുന്നു. ആ രീതിയിലേക്ക് വളരെ വിചിത്രമായ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുള്ളത്. അതുകൊണ്ടാണ് ആധികാരികതയുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നത്. ഏതായാലും 4-ാം തീയതി നമുക്ക് കൃത്യമായ വിവരങ്ങൾ അറിയാൻ കഴിയും. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.